കുറ്റിപ്പുറത്ത് അപകടത്തിൽപ്പെട്ട ബസ് ഓടിയത് 100 കിലോമീറ്ററിലധികം വേഗത്തിൽ. പ്രദേശത്ത് പരമാവധി വേഗപരിധി 50 കിലോമീറ്റർ മാത്രമാണെന്നിരിക്കെയാണ് ബസിന്റെ മരണപ്പാച്ചിൽ. കുറ്റിപ്പുറം ദേശീയപാതയിൽ റെയിൽവേ മേൽപ്പാലത്തിന് സമീപം സ്വകാര്യ ബസ് ഡിവൈഡറിൽ ഇടിച്ച് തലകീഴായി മറിഞ്ഞ് ഒരാൾ മരിക്കുകയും ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത അപകടത്തിൽ മോട്ടോർ വാഹന വകുപ്പ്, പോലീസ്, നാറ്റ്പാക്, ദേശീയപാത അതോറിറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ സംയുക്ത പരിശോധന പൂർത്തിയായി. വളവിൽ വാഹനം അമിത വേഗതയിലായിരുന്നതും മഴയെ തുടർന്നുണ്ടായ അക്വാപ്ലെയിനിങ്ങുമാണ് അപകടത്തിന് പ്രാഥമികമായ കാരണമായതെന്ന് ഉദ്യോഗസ്ഥർ വിലയിരുത്തി. പരമാവധി 50 കിലോമീറ്റർ മാത്രം വേഗപരിധിയുള്ള പ്രദേശത്ത് 100 കിലോമീറ്ററിലധികം വേഗത്തിലാണ് വാഹനം സഞ്ചരിച്ചിരുന്നത്. മഴയുള്ള സമയത്ത് ഇത്രയും ഉയർന്ന വേഗത്തിൽ വളവ് തിരിക്കാൻ ശ്രമിച്ചപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെടുകയോ ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയതിനെ തുടർന്ന് വാഹനം വഴുതി മാറുകയോ ചെയ്തതായിരിക്കാമെന്നാണ് അനുമാനം. ഭാരമേറിയ വാഹനങ്ങൾ ഇത്തരത്തിൽ അമിത വേഗതയിലെത്തുമ്പോൾ ഭാരമാറ്റം മൂലവും അപകട സാധ്യത വർദ്ധിക്കുന്നുണ്ട്. റോഡിന്റെ നിർമ്മാണം സംബന്ധിച്ച് വിശദമായ പഠനത്തിന് ശേഷം 2 ആഴ്ചയ്ക്കകം നാറ്റ്പാക് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. നിലവിലെ റോഡ് ഡിസൈൻ രാജ്യാന്തര മാനദണ്ഡങ്ങൾ പാലിച്ചുള്ളതാണെന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്ന് റിപ്പോർട്ടിന് ശേഷമേ വ്യക്തമാകൂ. എൻഫോഴ്സ്മെന്റ് RTO TP യൂസഫ്, ഡിവൈഎസ്പി സുനിൽ പുളിക്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരായ K നിസാർ, മുഹമ്മദ് ബഷീർ, കുറ്റിപ്പുറം SHO K മണികണ്ഠൻ, SI KS സുധീർ എന്നിവരും നാറ്റ്പാക് NHAI പ്രതിനിധികളും പരിശോധനയിൽ പങ്കെടുത്തു. നമ്മൾ കഴിഞ്ഞ ദിവസം നടന്ന അപകടത്തെ തുടർന്ന് ഈ ഒരു സ്ഥലത്തെത്തിയിട്ട് നമ്മളെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, MVD, അതേപോലെ നാറ്റ്പാക്, നാഷണൽ ഹൈവേ അതോറിറ്റി എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ജോയിൻ്റ് ഇൻസ്പെക്ഷനാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷമേ ഒരു ഫൈനൽ റിപ്പോർട്ടിലേക്ക് എത്താൻ കഴിയുള്ളൂ. എങ്കിലും പ്രാഥമികമായിട്ട് നമ്മൾ നോക്കുമ്പോൾ വാഹനത്തിൻ്റെ ഒരു ഓവർ സ്പീഡ് ഈ ഒരു അപകടം ഉണ്ടാക്കാൻ കാരണമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ അന്നത്തെ ദിവസം അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ റോഡിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു ഹൈഡ്രോപ്ലെയിനിങ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം, അതായത് മഴ പെയ്യുന്ന സമയത്ത് റോഡും ഈ ബസ്സിൻ്റെ ടയറും തമ്മിലുള്ള ഒരു ഫ്രിക്ഷൻ വിട്ടുപോകുന്ന ഒരവസ്ഥ, ആ ഒരു അവസ്ഥയും ഈ ഒരു അപകടത്തിന് കാരണമായി എന്നുള്ളത് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു ടേണിങ്ങിൽ ഇങ്ങനെ ഒരു എൻട്രി വരുന്നത് പെട്ടെന്ന് തന്നെ ആ ടേണിങ്ങിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. പെട്ടെന്ന് ആ ബ്രേക്കിംഗ് ഒരു അപകടങ്ങൾക്ക് ഉള്ള ഒരു കാരണമായിട്ടും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ നാഷണൽ ഹൈവേയിലൂടെയുള്ള ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പല ഡ്രൈവർമാർക്കും അറിയില്ല എന്നുള്ളത് തന്നെയാണ്.